ഒരിക്കൽ മമ്മൂട്ടിക്ക് ആരാധകരോട് പൊട്ടിത്തെറിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പൊതുവെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണെന്ന പേര് മമ്മൂട്ടിക്കുണ്ട്. അതുപോലെ തന്നെ അലിയുന്ന ആളും തന്നെയാണ്. അങ്ങനെ മമ്മൂട്ടി പൊട്ടിത്തെറിച്ചൊരു സംഭവത്തെക്കുറിച്ച് ശ്രീനിവാസൻ പങ്കുവച്ചിരിക്കുകയാണ്. ശ്രീനിവാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദുബായ്, അബുദാബി, ഷാർജ, അലൈൻ തുടങ്ങിയ യുഎയിലുള്ള കുറേ സ്ഥലങ്ങൾ പരിപാടികൾക്ക് ശേഷം ഞങ്ങൾ അടുത്തതായി പോയത് ഖത്തറിലേക്കാണ്. അവിടെ ഒരു ഹോട്ടലിലാണ് താമസം. ഖത്തറിൽ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയായപ്പോൾ അവിടുത്തെ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്ന സംഘാടകർ വന്ന് മുറിയിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പ്രയാസമാണ്, റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്ന് റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ എത്തിയപ്പോൾ ഡോർ തുറന്നപ്പോൾ കാണുന്നത് അതിനകത്ത് ഒരു ജനസമുദ്രം തന്നെയുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ കഴിക്കുമെന്ന് ഞങ്ങൾ ചോദിച്ചു. അത് സാരമില്ല, അവരൊക്കെ സൈഡിൽ നിന്നോളും, ഫാൻസാണ് എന്ന് പറഞ്ഞു. അകത്തുള്ള ആളുകൾക്കൊക്കെ ഓടിക്കൂടി. എവിടെയെങ്കിലുമൊക്കെയായി ഇരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇതിനിടെ ഭക്ഷണം കൊണ്ടുവന്നു. വിളമ്പതിനിടെ ആളുകൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇരിക്കുന്നിടത്ത് നിന്ന് നീക്കിയിരുത്തി ഒപ്പമിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരുടെയും അടുത്ത് ചെന്ന് കഴുത്തിലൂടെ കൈയിടുകയും ചിരിക്കാൻ പറയുകയും തമാശകൾ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒച്ചയും ബഹളവുമായി. പതുപോലെ മമ്മൂട്ടി പൊട്ടിത്തെറിച്ചു: നിങ്ങളെന്താ തോന്നിയാസം കാണിക്കുകയാണോ? ബാക്കിയുള്ളവരെ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കൂട്ടത്തിലെ ഒരാൾ അധികം ചൂടാകാതെ: മിസ്റ്റർ, ഞങ്ങൾ ടിക്കറ്റ് എടുത്താണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെയാണ് പ്രശ്നം മനസ്സിലാവുന്നത്. അവിടുത്തെ സംഘാടകർ സിനിമാ നടന്മാരുടെ കൂടെ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ടിക്കറ്റ് വിറ്റിരിക്കുകയാണ്. കാശുണ്ടാക്കൽ പരിപാടിയാണ്. വൻചതി. പിന്നെ നിവൃത്തിയില്ലാതായി ആ പാവങ്ങൾ വലിയ തുകയ്ക്ക് ടിക്കറ്റ് വാങ്ങിയിരിക്കുകയാണ്. ഡൈൻ വിത്ത് സ്റ്റാർസ് എന്നാണ് ടിക്കറ്റിന് മുകളിലുള്ള പേര്. ഒരു രക്ഷയുമില്ല. അവർ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തു. എന്തായാലും ഇന്ന് അതെല്ലാം ഒരു പഴങ്കഥയാണ്. തൻ്റെ കരിയറിൽ മിന്നും ഫോമിലാണ് മമ്മൂട്ടി ഉള്ളത്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സിനിമകളും തിരഞ്ഞെടുത്ത് മലയാള സിനിമയുടെ തന്നെ ഗതി തിരിച്ചുവിടുന്ന മമ്മൂട്ടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക.